അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അഹദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും കനിഞ്ഞരുളിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്താൻ ഗൗരവത്തിൽ കാണാൻ പറഞ്ഞതും നമ്മുടെ നാവിൻ്റെ കാര്യം തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, വിശ്വാസികളെ നിങ്ങൾ നേരായ വാക്കിനെ നിങ്ങൾ പറയാൻ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി. അതിലേറെ ഗൗരവമുള്ളതാണ് ശപിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിലൂടെ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് ശാപവാക്ക് പറയുക എന്നുള്ള വലിയ ഗൗരവമുള്ളതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നതായി കാണാം. മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ പലരും ഉപയോഗിക്കാറുള്ള ഒന്നാണ് ശാപരൂപത്തിലുള്ള വർത്തമാനങ്ങൾ. നീ നശിക്കട്ടെ, തുലയട്ടെ, നീ തുലഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഗൗരവമേറിയ പരാമർശങ്ങൾ പലതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലാ യംബഗി ലിസുദ്ദീഖിൻ അൻ യകൂന ലഅാന, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു സിദ്ദീഖിന്, യഥാർത്ഥ സത്യസന്ധനായ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന് ഒരിക്കലും ശാപവാക്കുകൾ ചൊരിയുന്നത് അനുയോജ്യമായതല്ല എന്ന് പറഞ്ഞതായി കാണാം. മറ്റൊരു വചനത്തിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ, കോപമുണ്ടാവട്ടെ, നീ നരകത്തിൽ പോകട്ടെ എന്നിങ്ങനെ നിങ്ങൾ ശപിക്കരുത്. ലാ തലഅനു ബിലഅനത്തില്ലാ വലാ ബിഗളബിഹി വലാ ബിന്നാർ, അബൂദാവൂദ് തിർമിദി ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞ വാക്കാണ്, വാചകമാണ്. അങ്ങനെ പറയാനും പാടില്ല എന്നും പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ലൈസൽ മുഅ്മിനു ബിത്തൊആൻ വലൽ ലഅാൻ വലൽ ഫാഹിഷി വലൽ ബദി. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഒരു സത്യവിശ്വാസി അധിക്ഷേപം ചൊരിയുന്നവനല്ല, ശാപവാക്കുകൾ പറയുന്നവനുമല്ല, അസഭ്യവും അശ്ലീലവും മ്ലേച്ഛവും പുലമ്പുന്നവനും അല്ല. അങ്ങനെ പറയുന്നവൻ സത്യവിശ്വാസിയല്ല. അപ്പോൾ ഇതൊക്കെ സത്യവിശ്വാസിയായ വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി സത്യവിശ്വാസിയായ ഒരാളെ ശപിക്കുന്നതിന് അള്ളാഹു ഉദാഹരണം പറഞ്ഞത് കൊലപാതകത്തോടാണ്. അഥവാ ലഅന വമൻ ലഅന മുഅ്മിനൻ ഫഹുവ ഖത്ലിഹി എന്നാണ്. ഒരു വിശ്വാസിയായ ഒരാളെ ശപിക്കുക, ആരെങ്കിലും ശപിച്ചാൽ അയാളെ കൊല്ലുന്നത് പോലെയാണ് എന്ന് വരെ പഠിപ്പിച്ചു. അത്രയും ഗൗരവമുള്ള വിഷയമാണിത്. അപ്പോൾ ശാപവാക്കുകൾ ചൊരിയുന്നവർക്ക് പരലോകത്ത് ശുപാർശയ്ക്കുള്ള അവസരം പോലും തടയപ്പെടുന്നു എന്ന് വരെ ഹദീസിൽ കാണാം. ഇന്നൽ ലഅാനീന ലാ യകൂനുന ശുഹദാ വലാ ശുഫആ യൗമൽ ഖിയാമ. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ശപിക്കുന്നവർ അന്ത്യനാളിൽ സാക്ഷിക്കോ ശുപാർശക്കോ പറ്റുന്നവരല്ല എന്ന് വരെ ഹദീസിൽ കാണാം. അപ്പം അത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ്. ശപിക്കപ്പെട്ട ഒരാൾ ശാപത്തിന് അർഹനല്ലെങ്കിൽ ശപിച്ചവരിലേക്ക് തന്നെ ആ ശാപം മടങ്ങിച്ചെല്ലും എന്നും കാണാം. അപ്പോൾ അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ എന്തെങ്കിലുമൊക്കെ കുസൃതി കോപ്രായത്തിനങ്ങൾ കാട്ടുമ്പോൾ അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മോന്, ആ മോള്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്തു, ആ സാധനം, അതിന്റെ കുഴപ്പമൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് നാം ശപിക്കുന്നതെങ്കിൽ ആ ശാപവാക്ക് പറഞ്ഞവരിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അൻസാരിയായ ഒരു പെണ്ണ് ഒരു ഒട്ടകത്തെ ശപിച്ചു. ഒട്ടകത്തിന്റെ കുഴപ്പമൊന്നുമല്ല, പക്ഷേ ആ പെണ്ണ് ശപിച്ചപ്പോൾ ഒട്ടകം അത് ആ ശാപം തട്ടിയിട്ട് പിന്നീട് ആ ഒട്ടകം വാഹനമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന സംഭവവും ഒക്കെ ഹദീസിൽ പറഞ്ഞതായി കാണാൻ പറ്റും. അപ്പോൾ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ശാപവർത്തമാനങ്ങൾ, ശാപസമാനമായ പ്രയോഗങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായും എന്ത് ചെയ്യണം, നമ്മുടെ വാക്കുകളിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഒരിക്കൽ കാറ്റടിച്ചിട്ട് ഒരു മനുഷ്യൻ തട്ടം പറന്നു പോയപ്പോൾ അദ്ദേഹം കാറ്റിനെ ശപിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തൽഅൻഹ, നീ ആ കാറ്റിനെ ശപിക്കരുത്. കാരണം ഫഇന്നഹ മഅ്മൂർ, അത് കൽപ്പിക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വരുന്നതാണത്. അള്ളാഹു കൽപ്പിക്കപ്പെട്ട മലക്കുകൾ അത് കൃത്യമായിട്ട് ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ വരുന്ന സംഗതിയാണ്. ഫഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹ്ലിൻ റജഅത്തുൽ ലഅനതു അലൈഹി എന്ന് പറഞ്ഞു. തീർച്ചയായും ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിക്കുകയും അത് അതിന് അർഹനല്ലാതിരിക്കുകയും ചെയ്താൽ ആ ശപിച്ചവനിലേക്ക് ആ ശാപം മടങ്ങുന്നതാണ് എന്നൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള ശാപ സമാനമായ വർത്തമാനങ്ങൾ, വാക്കുകൾ നമ്മുടെ സംസാരങ്ങളിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും അതിനെ വിശ്വാസം എന്ന നിലക്ക് വളരെ കൃത്യമായി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും നമ്മൾ സംസാരത്തിലും നമ്മുടെ പദപ്രയോഗങ്ങളുമൊക്കെ അത് ശ്രദ്ധിക്കാനും ശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള
നാവിനെ സൂക്ഷിച്ച് നല്ലത് മാത്രം സംസാരിച്ച് നേരായ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.